വീടുകളിൽ സോളാർ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എങ്ങനെയാണ്, അതിനുവേണ്ടി നമ്മൾ കണക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് സോളാർ വെക്കാനായിട്ട് ഇപ്പോൾ ഈ തർക്കം വന്നിട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ സോളാറിൻ്റെ വിഷയം വരുന്നത്. ഇപ്പോൾ സോളാർ ആൾക്കാർക്ക് വെച്ചിട്ട് ഇപ്പം എത്ര കിലോ വാട്ട് വയ്ക്കണമെങ്കിലും നേരത്തെ വെക്കാമായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ സോളാർ വെക്കുമ്പോൾ നമുക്കുള്ളൊരു KCBയെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സോളാർ വെക്കുമ്പോൾ അത് പകലാണല്ലോ ഉണ്ടാക്കുന്നത്. പകൽ നമ്മളെ സംബന്ധിച്ച് KCBനെ സംബന്ധിച്ച് പകൽ വൈദ്യുതിയുടെ ആവശ്യം കുറവാണ്. രാത്രിയാണ് നമുക്ക് 6 മണി തൊട്ട് 11:30 വരെ അല്ലെങ്കിൽ 12 മണി വരെയാണ് നമുക്ക് വൈദ്യുതിയുടെ മാക്സിമം ഉപയോഗം വരുന്നത്. ഇതിൻ്റെ ആവശ്യം വരുന്നത് മുഴുവൻ രാത്രി, സോളാർ ഉണ്ടാക്കുന്നത് മുഴുവൻ പകൽ. അപ്പോൾ പകൽ ഓരോ വീട്ടുകാരും സോളാർ വെച്ച് കഴിഞ്ഞിട്ട് ആ സോളാറിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതി നേരെ KCBയുടെ ലൈനിലേക്ക് കൊടുക്കുകയാണ്. ആ KCBയുടെ ലൈനിൽ കൊടുത്തിട്ട് അത് KCBയുടെ ഗ്രിഡിൽ പോകണം, പലരായിട്ട് ഉപയോഗിച്ച് പോകണം. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ KCBയുടെ ലൈനിൽ നിന്ന് വീട്ടുകാർക്ക് വൈദ്യുതി ആവശ്യമാവില്ല രാത്രി. അപ്പോൾ KCBയുടെ ലൈനിൽ നിന്ന് ഇത് തിരിച്ചുപയോഗിക്കും. അപ്പോൾ തിരിച്ച് ഉപയോഗിക്കുമ്പോൾ നേരത്തെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഈ പകലുണ്ടാക്കുന്ന വൈദ്യുതി എത്രയാണോ, ഇപ്പോൾ 100 യൂണിറ്റ് പകലുണ്ടാക്കിയ ഒരു മാസം കണക്കാക്കുമ്പോൾ 200 യൂണിറ്റ് ഉണ്ടാക്കി ആ വീട്ടുകാർ തിരിച്ച് ഉപയോഗിച്ചൊരു 150 യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 50 യൂണിറ്റ് ബാക്കിയുണ്ട്. ഈ 50 യൂണിറ്റ് ഒരു അക്കൗണ്ടിൽ ബാക്കിയായിട്ട് വയ്ക്കും. അങ്ങനെ വെച്ച് ഓരോ മാസം ഇതിങ്ങനെ ക്യാരി ഓവർ ചെയ്ത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം, അതായത് മാർച്ചിൽ ഇത് നെറ്റ് ഓഫ് ചെയ്യും. നെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള എല്ലാതും കൂടുതൽ എത്രയാണ് കുറവ് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞിട്ട് അതിലെത്ര യൂണിറ്റ് ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് ഉള്ളതിന് ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വർഷം അത് 3 രൂപ 26 പൈസയാണ്. ആ 3 രൂപ 26 പൈസ ഒരു യൂണിറ്റിന് അങ്ങോട്ട് കൊടുക്കും, KCB കൊടുക്കും. ഇപ്പോൾ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ 1000 യൂണിറ്റ് കൺസ്യൂമർ ഉപയോഗിച്ചു, 1200 യൂണിറ്റ് സോളാർ വഴി ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ 200 യൂണിറ്റ് അധികമുണ്ട്. ഈ 200 യൂണിറ്റിന് 3 രൂപ 26 പൈസ വെച്ച് KCB അങ്ങോട്ട് കൊടുക്കും. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെ മാറ്റണം എന്നാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ഡ്രാഫ്റ്റ് പ്രപ്പോസലിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഈ സോളാർ വയ്ക്കുമ്പോൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ PM സൂര്യഘർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 കിലോ വാട്ട് വരെ സബ്സിഡി കിട്ടും. അപ്പോൾ 3 കിലോ വാട്ടിൻ്റെ സോളാർ വയ്ക്കണമെങ്കിൽ 78,000 രൂപ വരെ സബ്സിഡി കിട്ടും. 1 കിലോ വാട്ടാണെങ്കിൽ 30,000 കിട്ടും, 2 കിലോ വാട്ടാണെങ്കിൽ 60,000 കിട്ടും, 3 കിലോ വാട്ടാണെങ്കിൽ 78,000. അതിന് മീതെ ഉപയോഗിച്ച പ്രത്യേകിച്ച് സബ്സിഡി ഒന്നും കിട്ടില്ല. അപ്പോൾ 3 കിലോ വാട്ട് വരെ 78,000 രൂപ സബ്സിഡി കിട്ടും. അപ്പോൾ ആ ചിലവിൻ്റെ ഒരു 30% 30 അല്ലെങ്കിൽ 40% ആ ചിലവ് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. അതുകൊണ്ട് കൺസ്യൂമേഴ്സിന് വലിയ ബാധ്യത ഇല്ലാണ്ട് ഇത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷനുള്ളത് ഈ റെഗുലേഷൻ പുതിയതായിട്ട് ഡ്രാഫ്റ്റിനെ പറ്റി ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് ഫൈനലായിട്ട് റെഗുലേഷൻ എങ്ങനെ വരും എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യം വരുന്നത്. അതുപോലെ ഇതിൽ ഈ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് സംവിധാനങ്ങളുണ്ടല്ലോ, അതുപോലെ മീറ്റർ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് ഇതിൽ 2 തരത്തിലാണ് ഈ സോളാർ ഉള്ളത്. ഒന്ന് ഓഫ് ഗ്രിഡ്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ സോളാർ വയ്ക്കണം, അതിൻ്റെ കൂടെ ബാറ്ററി വയ്ക്കണം. ഈ ബാറ്ററി വെച്ച് നമ്മൾ വീട്ടിലെ ഉപയോഗമൊക്കെ ബാറ്ററിയിൽ നിന്ന് നടത്തും. അപ്പോൾ നമുക്ക് ആ സോളാറിൽ നിന്ന് ബാറ്ററിയിൽ വരുന്ന യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ കൂടുതൽ വേണ്ടത് നമ്മുടെ ലൈനിൽ നിന്ന് സാധാരണ കണക്ഷനും ഉപയോഗിക്കും. അതാണ് ഓഫ് ഗ്രിഡ്. അപ്പോൾ ഓഫ് ഗ്രിഡ് വയ്ക്കുമ്പോൾ KCB ആയിട്ട് ബന്ധമില്ല. അതായത് സോളാർ വയ്ക്കണം, ബാറ്ററി വയ്ക്കുന്നു, അതായിട്ട് KCB ആയിട്ട് ബന്ധമില്ല. അതിൻ്റെ കണക്കെടുപ്പ് KCB നടത്തുന്നുമില്ല. ഓഫ് ഗ്രിഡ്. ഓൺ ഗ്രിഡ് ആകുമ്പോൾ സോളാർ വയ്ക്കണം, ബാറ്ററി ഉണ്ടാവില്ല. സോളാറിന് ഉണ്ടാക്കി നേരെ ലൈനിലേക്ക് കൊടുക്കും, നമുക്ക് ആവശ്യം വരുമ്പോൾ ലൈനിൽ നിന്ന് തിരിച്ചെടുത്ത് ഉപയോഗിക്കും. ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം അതാണ്. അപ്പോൾ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ KCBക്ക് നല്ലത് ഓഫ് ഗ്രിഡാണ്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ ആ ബാറ്ററിയിൽ നിന്ന് കുറേ ഉപയോഗം നടക്കും. അപ്പോൾ പീക്കിലെ കൺസംഷൻ കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും ഓഫ് ഗ്രിഡ് ആണെങ്കിൽ. അതുപോലെ പിന്നെ ഈ കണക്കെടുപ്പുകളൊന്നും ആവശ്യമില്ല. വീട്ടുകാരും ഫ്രീ ആവും. എന്താ വെച്ചാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അതിലെ ബാലൻസ് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ല, അത് ബാറ്ററിയിലുണ്ടല്ലോ. ആ സോളാറിൽ എന്തുണ്ടാക്കിയാലും അത് ബാറ്ററിയിലുണ്ടാവും. അതൊരു ബാറ്ററിയിൽ നിന്ന് ആരും കൊണ്ടുപോകില്ല, ബാറ്ററിയിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ബാറ്ററിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോളാറിൽ ഇത് ഉണ്ടെങ്കിൽ സോളാർ പകൽ ഉണ്ടായി കഴിഞ്ഞ് ബാറ്ററി ഒരു ഫുൾ ചാർജിലേക്ക് ഒരു ഉച്ചയോട് കൂടിയിട്ട് എത്തും. 2 മണിക്കാണ് മാക്സിമം സോളാർ വരുന്ന ഒരു സമയം. ആ സമയത്ത് മാക്സിമം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ഓവർ ചെയ്യും.
വീട്ടിലത്തെ ഉപയോഗം ബാറ്ററിയിലേക്ക് മാറും. അത് സാധാരണ രാത്രി 10 മണി അല്ലെങ്കിൽ 11 മണി വരെയൊക്കെ ഈ ബാറ്ററിയിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് നമ്മളുടെ സോളാറിൻ്റെ കിലോ വാട്ട് അനുസരിച്ച്. അപ്പോൾ രാത്രി 10 മണി അല്ലെങ്കിൽ 11 മണി വരെ ഈ ബാറ്ററിയിൽ നിന്ന് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് KSEBിലേക്ക് മാറുള്ളൂ. അപ്പോൾ രാത്രിയിലത്തെ ഉപയോഗം മുഴുവൻ ഇതിൽ കഴിയും. അപ്പോൾ TOD മീറ്റർ വരുമ്പോഴും ഇങ്ങനെ ഓഫ് ഗ്രിഡ് വയ്ക്കുന്നവർക്ക് നല്ലതാണ്. ഓഫ് ഗ്രിഡ് വയ്ക്കുന്നവർക്ക് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പീക്കിലത്തെ സമയം അതിൽ പോകും, ബാറ്ററിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഓഫ് ഗ്രിഡാണ് ഞാനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഓഫ് ഗ്രിഡാണ്. KSEB ഇപ്പോൾ അതിലേക്ക് മാറണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ്. KSEBിയുടെ സോളാറിൻ്റെ പദ്ധതികളും സബ്സിഡികളും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ KSEB ഇല്ല. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി മാത്രമേ ഉള്ളൂ. വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നത് ശരിക്കും ലാഭകരമാണോ? ലാഭകരമാണ്. അതായത് നമ്മൾ ഒരു മാസം 200 യൂണിറ്റിൽ മീതെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതിപ്പോൾ 2 മാസം കൂടുമ്പോൾ 400 യൂണിറ്റൊക്കെ വരുന്നവർക്ക് ഇത് ലാഭകരമാണ്. അതെന്നുവെച്ചാൽ ഒരു യൂണിറ്റിന് ആവറേജ് 6 രൂപ വരുന്നുണ്ട്. 400 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു യൂണിറ്റിന് 6 രൂപ ആവറേജ്, അതിൽ നിന്ന് കയറി പോകും. 6 രൂപ ഒരു യൂണിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സോളാർ വയ്ക്കുമ്പോൾ യൂണിറ്റ് കുറയും. യൂണിറ്റ് കുറയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോളാറിൽ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റല്ലേ ബില്ലിൽ വരുള്ളൂ. അപ്പോൾ ഈ സ്ലാബ് മാറും. അപ്പോൾ സ്ലാബിൽ നല്ല കുറവ് കിട്ടും. അപ്പോൾ ആകെ വരുന്ന ബില്ലിൻ്റെ എമൗണ്ട് നല്ലപോലെ കുറയും. ആ നേരം യൂണിറ്റ് കുറവുള്ളവർ, അതായത് കൺസംഷൻ കുറവുള്ളവർ, ഇപ്പോൾ 200 യൂണിറ്റിലും താഴെ അല്ലെങ്കിൽ 100 യൂണിറ്റൊക്കെ മാസം വരുന്നവരാണെങ്കിൽ സോളാർ വെച്ചാൽ ഒരു ഫിനാൻഷ്യലി ബെനിഫിറ്റാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിലത്തെ ഒരു ഡ്രോബാക്ക്, ഓൺ ഗ്രിഡ് സോളാർ വെച്ച് കഴിഞ്ഞാൽ KSEBിയുടെ സപ്ലൈ പോയാൽ സോളാർ ജനറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ KSEBിയുടെ സപ്ലൈ ഇല്ലെങ്കിൽ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഓൺ ഗ്രിഡ് സോളാർ ആണെങ്കിലുള്ളൊരു കുഴപ്പം അതാണ്. ഓഫ് ഗ്രിഡ് ആണെങ്കിൽ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. KSEBിയുടെ സപ്ലൈ പോയാലും വീട്ടിൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഓൺ ഗ്രിഡ് വെച്ചുകൊണ്ട് നമുക്ക് KSEBിയുടെ കണക്ഷൻ എടുക്കാൻ പറ്റും. അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അതായത് നമുക്ക് സോളാർ വെച്ച് ഈ ബാറ്ററി വെച്ചാലും അത് നമ്മൾ KSEB സപ്ലൈ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. സോളാർ ഇല്ലാത്ത സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് KSEBിയുടെ സപ്ലൈയാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് KSEBിയുടെ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് സോളാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഫ് ഗ്രിഡ് ആണെങ്കിലും KSEBിയുടെ സപ്ലൈ വേണം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നത് ആവശ്യത്തിന് കപ്പാസിറ്റിയിൽ ബാറ്ററിയും സോളാറും ഉണ്ടെങ്കിൽ KSEBിയുടെ കണക്ഷൻ ഇല്ലാണ്ട് തന്നെ കൊണ്ടു നടക്കാൻ പറ്റും. കൂടുതൽ കപ്പാസിറ്റി വേണമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ KSEBിയുടെ സപ്ലൈ ഇല്ലാണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ കൊച്ചി എയർപോർട്ടൊക്കെ സോളാർ പാനലിലാണല്ലോ ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അവിടെ എന്ന് വെച്ചാൽ സോളാർ ഇത് ഗ്രൗണ്ടിൽ വെച്ചിരിക്കല്ലേ, കുറേ വെച്ചിട്ടുണ്ട്. ഏകദേശം 50 മെഗാവാട്ട് വെച്ചിട്ടുണ്ട്. സിയാലിൽ 50 മെഗാവാട്ട് സോളാറിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നത് അതൊരു 10-30 മെഗാവാട്ടിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് എക്സസ് ആണ്. അത് KSEBിയുടെ ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഉപയോഗം കഴിച്ചുള്ളതൊക്കെ KSEBിയുടെ ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രിഡിലേക്ക് കൊടുക്കുന്നത് KSEB അതിന് പൈസ കൊടുക്കണം. അത് അവർക്ക് ഇപ്പോൾ സോളാറിന് തന്നെ അവർക്ക് പവർ മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇതിൽ അവരിനിയും കൂട്ടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം KSEBക്ക് ഒരു എന്താ പറയുക, ഒരു പാരാന്ന് പറയാം. അതായത് പകലാണല്ലോ ഇതൊക്കെ വരുന്നത്. പകൽ നമുക്ക് വൈദ്യുതി അധികമാണ്. പകൽ വൈദ്യുതി അധികമായതുകൊണ്ട് ആരൊക്കെ സോളാർ വെച്ചിട്ട് വൈദ്യുതി ഗ്രിഡിലേക്ക് തന്നാലും അത് KSEBക്ക് പാരയായിട്ടേ കാണാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അതൊക്കെ അധികമായിട്ടുള്ള വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അല്ലെങ്കിൽ അത്രയധികം ബാറ്ററി സ്റ്റോറേജ് വരണം. അപ്പോൾ ബാറ്ററി സ്റ്റോറേജിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് 2 ടെൻഡർ വിളിച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററി സ്റ്റോറേജുകൾ വ്യാപകമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ സോളാർ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൽ KSEBക്ക് പ്രശ്നമില്ലാണ്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പകലുണ്ടാക്കുന്നതെല്ലാം KSEB അത് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതിന് ചെയ്യാൻ പറ്റുന്നൊരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡാമിലുള്ള വെള്ളം നമ്മൾ പകൽ ഹൈഡൽ ജനറേഷൻ കുറയ്ക്കുക. ഹൈഡൽ ജനറേഷൻ കുറച്ചിട്ട് ആ വെള്ളം രാത്രിയിൽ ഉപയോഗിക്കാവുന്നൊരു കണ്ടീഷനാക്കുക. അപ്പോഴുള്ളൊരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഹൈഡൽ ആകെ 2000 മെഗാവാട്ടുള്ളൂ. നമ്മുടെ അതിലൊരു 1800 മെഗാവാട്ടാണ് ഹൈഡൽ പവർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പകൽ വെള്ളം മാറ്റി വെച്ചാലും നമുക്ക് രാത്രി 1800 ഓടിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടേ? വെള്ളം പകൽ മിച്ചം പിടിച്ചിട്ട്
രാത്രിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാലും നമുക്കത് രാത്രി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ലിമിറ്റുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ജനറേഷൻ വേണമെന്നുണ്ടെങ്കിൽ പുതിയ കുറേ പ്രൊജക്റ്റുകൾ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വെള്ളം മിച്ചം പിടിച്ചിട്ട് രാത്രിയിൽ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് സാധിക്കാത്ത കാരണം നമ്മൾ ഈ പകൽ സോളാർ കയറി വരുമ്പോൾ അത് ഉപയോഗിക്കാൻ കുറച്ച് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ പുതിയൊരു സിനാരിയോയാണ് ഇത്. ഈ സോളാർ കയറി വരുന്നത് കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ 1700 മെഗാവാട്ട് ഉണ്ട് സോളാർ. അത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ 700 മെഗാവാട്ട് കൂടി. അതായത് ഇത്ര കൊല്ലം കൊണ്ട് സോളാർ തുടങ്ങി ഇത്ര സമയം വരെ, ഒരു വർഷം മുമ്പ് ഒരു 1000 മെഗാവാട്ട് ആയിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അത് 1700 മെഗാവാട്ടായി. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് കയറി വരുന്നുണ്ട്. 1-2 വർഷം കൊണ്ട് തന്നെ ഇത് 3000 മെഗാവാട്ടായിട്ട് കടക്കും. അപ്പോൾ ഈ 3000 മെഗാവാട്ടൊക്കെ ആയിട്ട് കൂടി കഴിയുമ്പോൾ ഇത്രയും വൈദ്യുതി പകൽ വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് KSEB കുറച്ച് ബുദ്ധിമുട്ടും. KSEB ഇത്തരത്തിലുള്ള പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണോ? അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതായത് KSEB ഇപ്പം അത് തടഞ്ഞാലും അത് വന്നുകൊണ്ടിരിക്കും. അതായത് വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ KSEBനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സോളാർ വെച്ച് കറണ്ട് എടുക്കാം. വൈദ്യുതി ഇപ്പോൾ ഓരോരുത്തരും നോക്കുമ്പോൾ നമ്മൾ വൈദ്യുതി ബില്ല് ഇത്രയും പൈസ വരുന്നുണ്ട്. ഇനിഷ്യൽ സ്റ്റേജിൽ കുറച്ച് മുടക്കിയാലും പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണ്ടല്ലോ എന്നുള്ള ഇതിലാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം KSEB അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു, കൂടുതൽ സോളാർ വെക്കട്ടെ എന്നുള്ളത്. പക്ഷേ സോളാർ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ ബാധ്യത KSEBക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ആൾക്കാർ കൂടുതൽ വെച്ച് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് നിയന്ത്രിച്ചാലും അത് കുറയില്ല. ആൾക്കാരെ ആ ഒരു താളത്തിലേക്ക് വന്നു. അതായത് സോളാർ വെക്കുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും സോളാർ ഉണ്ടാവും, എല്ലാവരും സോളാർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നടുവിൽ നിൽക്കുന്ന ആൾ സോളാർ വയ്ക്കും. അങ്ങനെ അങ്ങോട്ട് വ്യാപിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി നിയന്ത്രിക്കൽ എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ പൈസ കുറഞ്ഞാലില്ലെങ്കിലൊന്നും ആൾക്കാരെ അത് ബോധർ ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സോളാർ പാനലിന് വേണ്ടി ഫിനാൻസ് ചെയ്യാനും വർക്ക് നടത്തി കൊടുക്കാനും ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടി വരും. അപ്പോൾ KSEB അത് മാനേജ് ചെയ്യാനുള്ള പുതിയ തന്ത്രങ്ങൾ കണ്ടുവയ്ക്കേണ്ടി വരും. എങ്ങനെ ഇത് മാനേജ് ചെയ്യാന്നുള്ളത് KSEB കണ്ടുവയ്ക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ KSEBക്ക് അത് നഷ്ടമില്ലാണ്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ അത് KSEB കൂടുതൽ നഷ്ടമായിട്ട് വരും. അത് മാനേജ് ചെയ്ത് പോകണം.